ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഫാമിലി പോലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാരി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതുപോലെയുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത്. കാരണം ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഫാമിലി ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അത്രയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു പേഴ്സണാണ്. പല തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷെ അവരത് പുറം ലോകത്തെ കാണിക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാമായിരിക്കും. അതായത് ഈ ഒരു പേഴ്സൺ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് പല കാര്യങ്ങളിലും ഞാനാണ് ഒരു ഇര എന്നുള്ളൊരു രീതിയിൽ പെരുമാറുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കില്ല, പല കാര്യങ്ങളിലും അവർ സ്വയമേ വിചാരിക്കുന്നത് അയ്യോ ഞാൻ പാവം, ഞാനായതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ പോലും അവരാണ് അത് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അസൂയ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവാം. അതൊരു പക്ഷേ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ഒക്കെ ആയിന്ന് വരാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വളരെ അസൂയോടെ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ പുറമേ അത് അവർ കാണിച്ചില്ല എന്ന് വരാം. പുറമേ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഇഷ്ടമാണെന്നുള്ള ഭാവത്തിലായിരിക്കും ഈ വ്യക്തികൾ നിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ വളരെ അസൂയോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്ന വ്യക്തികളാണ്. അത് അത്രത്തോളം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻ്റർഫിയർ ചെയ്തിട്ടും ഉണ്ടാവാം. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്ന് പറയുന്ന ആ ഒരു തരത്തിൽ ആറ്റിറ്റ്യൂഡോടുകൂടി പെരുമാറുന്ന ചില വ്യക്തികൾ. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം ആവാം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒരു അസൂയ തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര നല്ലൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ എത്ര ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നൊക്കെ മറ്റുള്ളവർ കണ്ണ് വെച്ചിട്ടൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലവരെ കുറിച്ച് പറയാറുണ്ട്, അവരെ കണ്ടു പഠിക്കൂ, എത്ര നന്നായിട്ട് ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ആളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് നമ്മൾ പറയുന്ന ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് കൂട്ടിയിട്ടുണ്ടാവാം. അതായത് പുറമേ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നോക്കി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല നമ്മളുടെ ഒപ്പം നിൽക്കുന്നവർ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകളുടെ ഇടപെടലും ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ പല രീതിയിലുള്ള കൈകടത്തലുകളുണ്ട്. അതിലൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ. നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും പലപ്പോഴും ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് 100% അവർ ആഗ്രഹിച്ചതുപോലെയാണ് എന്ന് വിചാരിക്കാനായിട്ട് കഴിയുന്നില്ല.
അപ്പം നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ എപ്പോഴും ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പല ഇൻസെക്യൂരിറ്റീസും അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങളായിരിക്കാം അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ചിലപ്പോൾ അവർ ഏജ് വൈസ് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർ കരിയറിലെല്ലാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ അവരെന്താണ്, അല്ലെങ്കിൽ അവർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടി അവർക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്കായിരിക്കും അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും അവരെ ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരോടൊപ്പം ഏതൊരു പ്രതിസന്ധിയിലും കൈപിടിച്ച് നിൽക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും ഈ ഒരു പേഴ്സൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഇവരായിരിക്കാം തുടങ്ങി വെക്കുന്നത്. ഇവർ വളരെ ഷാർപ്പായിട്ട് ചിലപ്പോൾ അറുത്ത മുറിച്ച പോലെ പറയുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകൾ അത്രയും ഷാർപ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് കുറച്ച് ഹാർട്ട് പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് അത്രയും കാര്യമാക്കില്ല. ഇവർ പറയുന്നത് അത്രയും ഷാർപ്പായിട്ട് തന്നെ പറയും. അത് കേൾക്കുന്ന ആൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് അത്രത്തോളം പെയിൻഫുൾ ആവും എന്നുള്ളത് അവർ ചിന്തിക്കില്ല. അപ്പോൾ ഓൾവേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും ഇവർ വിക്ടിം ആണെന്നുള്ള രീതിയിലായിരിക്കാം ഇവർ സംസാരിക്കുന്നത്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളാണ്, അവർ പാവമാണ്, നിങ്ങളാണ് വെറുതെ അനാവശ്യമായിട്ട് വഴക്കിലേക്ക് ഇത് വലിച്ചെത്തിച്ചത് എന്നുള്ളൊരു രീതിയിൽ ഇവർ സംസാരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്രയും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ സഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ചൈൽഡ്ഹുഡ് ട്രോമയോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം അവരെപ്പോഴും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അതായത് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും അവരെക്കുറിച്ച് തന്നെയായിരിക്കും കൺസേൺ. അവർ എത്രത്തോളം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചാലും, അല്ലാന്നുണ്ടെങ്കിൽ എത്ര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് കാണുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആ പറഞ്ഞത് കുറച്ച് ഓവറായി എന്ന് തോന്നിക്കഴിഞ്ഞാലോ, എന്ത് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് വേറൊരാളുടെ തലയ്ക്ക് വെക്കുക, ഞാൻ അതിനകത്ത് വളരെ ഇന്നസെൻ്റ് ആണെന്നുള്ള രീതിയിൽ സ്വയമേ ഒരു സിമ്പതി അവനവനോട് തന്നെ പല കാര്യങ്ങളിലും തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു പെരുമാറ്റമുള്ളൊരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവരെ കൈപിടിച്ച് കൊണ്ട് നടന്ന, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഇവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ അത്ര കാര്യമാക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ആയതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ വ്യക്തി കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളോട് ഒരുപാട് താല്പര്യം ഉണ്ടായിട്ട് പോലും പല രീതിയിൽ നിങ്ങളെ കളിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലായിരിക്കാം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ക്ലാരിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങളെ നമ്മൾ ഈ ഒരു പൂച്ചയിലിയെ കളിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കുറച്ചിട്ട് വട്ടം ചുറ്റിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുറച്ച് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അതായത് ഇവരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥ എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം ഇട്ട് വട്ടം കറക്കി നിങ്ങളെ ഇട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ. പക്ഷെ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോഴും ഒരിക്കലും ഇവരാണ് അതിന് കാരണം എന്നുള്ളത് ഇവർ സമ്മതിച്ചു തരില്ല. ഇവർ പാവമാണ്, അല്ലെങ്കിൽ ഇവർ ഇന്നസെൻ്റ് ആണ്. അവിടെയും ചിലപ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരുപാട് ഇവരിതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലയളവിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ എന്തുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളത് ചോദിച്ചിട്ടായിരിക്കാം നിങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് പുറകെ നടക്കും തോറും ആ ഒരു പേഴ്സൺ ആ ഒരു പാമ്പറിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ ഫുൾ അറ്റൻഷൻ വന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വം ഈ ഒരു പേഴ്സണെ ശ്രദ്ധിക്കാത്തതായിരിക്കും. ഇവരുടെ പുറകെ നടന്ന് മടുത്തത് കൊണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ എന്നുള്ളൊരു എനർജിയിലായിരിക്കും ചിലപ്പോൾ ഇപ്പം നിങ്ങളുള്ളത്.
അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ എനർജിയിലേക്ക് വരാതെ ഒരു അകന്ന വ്യക്തിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് നിങ്ങൾ അടുപ്പിക്കുന്നൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ തന്നെ പർപ്പസ്ഫുള്ളി ഒരു ഡിസ്റ്റൻസ് ഇട്ടതുപോലെ മാറി നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള ഇൻസിഡൻസും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ അവരിൽ നിന്ന് മാറാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെ ഓർത്തുകൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം. ചിലപ്പോൾ ഇവർ വലിയ ജാടെല്ലാം കാണിച്ചെന്ന് വരാം, പക്ഷെ എന്നാലും നിങ്ങൾ വേറെ വഴിക്ക് പോകാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ ഫോക്കസും ഈ ഒരു പേഴ്സൺ തന്നെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് അറ്റൻഷൻ സീക്കിംഗ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം ഇവരെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാമ്പർ ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മനഃപൂർവ്വം ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കും. കാരണം ചിലപ്പോൾ ഓരോ വഴക്കുകൾ കഴിയുമ്പോഴും നിങ്ങൾ വീണ്ടും റീജോയിനിങ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വളരെ ആ ഒരു സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ ആ ഒരു പഴയ സ്നേഹത്തിലേക്ക് നിങ്ങൾ വന്നല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ കംപ്ലീറ്റ് ഫോക്കസ് അവർക്ക് തന്നെ വേണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്ക് തന്നെ അറിയാം, അവരുടെ മനസ്സുകൊണ്ട് അറിയാം നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയൊരു സപ്പോർട്ടാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതെല്ലാം അവർക്ക് അറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെക്കാൾ ഒരു പടി നിങ്ങൾ ഉയർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അത്രയും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ചില റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാം നമ്മളുടെ പാർട്ട്ണർ എത്രത്തോളം വേണമെങ്കിലും ഉയർന്നു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ്. അതായത് അവരായിരിക്കണം മികച്ചു നിൽക്കുന്നത്, നിങ്ങൾ അതിൻ്റെ കീഴിൽ വേണം നിൽക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതൊരു പക്ഷേ ഇവരെക്കാൾ മികച്ച പല കാര്യങ്ങളിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ കൈവിട്ട് പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം നിങ്ങളെപ്പോഴും അവരെക്കാൾ ഒരു പടിക്ക് താഴെ നിൽക്കുന്നതായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വലിയൊരു അച്ചീവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിന് കൺഗ്രാറ്റ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ അനുമോദിക്കുന്ന പോലെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത്ര അങ്ങോട്ട് താല്പര്യം ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് എത്ര സ്നേഹം കിട്ടി, അല്ലെങ്കിൽ പരിഗണന കിട്ടി, കെയറിങ് കിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിലൊന്നും ഈ ഒരു പേഴ്സൺ അത്രയും സാറ്റിസ്ഫൈഡ് ആവണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും അതെല്ലാം പോരാ പോരാ എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഈ ഒരു പേഴ്സൺ അത്രയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം ഇവർ സംസാരിക്കുന്നുണ്ടാവാം. അതായത് കംപ്ലീറ്റ്ലി നിങ്ങളെ 100% നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ സ്നേഹം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സമ്മതിച്ചു തരില്ല. മാനസികമായിട്ട് ഇവർക്ക് അറിയാമെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അവർ സമ്മതിച്ചു തരാൻ കൂട്ടാക്കാത്ത തരത്തിലുള്ള പേഴ്സൺസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം, ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് പിൻവലിഞ്ഞ് ബാക്കിലേക്ക് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മടുത്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി എന്നോട് ഇങ്ങനെ കാണിക്കുന്നതാണ്, എന്നോട് മൈൻഡ് ഗെയിം കളിക്കുന്നതാണെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവരൊന്ന് പഠിക്കട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് നിങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങൾ കൈവിട്ട് പോകുന്നത് സഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ കറൻലി പോലും ഈ ഒരു പേഴ്സണ് തോന്നുന്നത് നിങ്ങൾക്ക് അവരോട് പഴയ താല്പര്യമോ സ്നേഹമോ ഇല്ല. നിങ്ങളിപ്പോൾ മറ്റേതോ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടുന്ന ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഇവരെ തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയതുപോലെ ഇവരുടെ പുറകെ കെഞ്ചി നടക്കാത്തത് കൊണ്ടായിരിക്കാം ഇവരോട് വലിയ പ്രതിപത്തി ഇല്ല, മറ്റെന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ആ ഒരു തരത്തിലായിരിക്കാം ചിലപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു സംശയം ഉള്ളത് പോലെ ഈ ഒരു പേഴ്സണും ഇപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു ഫോക്കസ് ഇവരിൽ നിന്ന് മാറിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ മാറിയതായിട്ട് നടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മറ്റെന്തിലോ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തിലോ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ നിങ്ങൾക്ക് തീരെ ഒരു പ്രതിപത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു രീതിയിലെല്ലാം ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വിചാരിച്ചോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, അവരില്ലാന്നുണ്ടെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നവർ കരുതണം എന്നുള്ള ഒരു പർപ്പസോടുകൂടി പെരുമാറുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ്
അറ്റൻഷൻ മറ്റേതിലേക്കോ പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ മാനസിക സംഘർഷത്തിലേക്ക് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യത്തിൽ വളരെയധികം ടെൻസ്ഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും നിങ്ങളെ ചുറ്റിച്ച പേഴ്സണെ ഇപ്പം നിങ്ങൾ ചുറ്റിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ ഒരു പേഴ്സണ് അങ്ങനെ തോന്നുന്നതായിരിക്കാം. അപ്പം എന്താണെന്നുണ്ടെങ്കിലും അവർ ഇപ്പം നിങ്ങൾ അവരോടൊപ്പം ഉള്ളപ്പോൾ പോലും തരാത്ത ഒരു ശ്രദ്ധ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നിട്ടുള്ളത് ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാരിറ്റി ചോദിച്ചിട്ട് ഈ ഒരു പേഴ്സൺ തരാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഡിസിഷൻ എടുക്കാതെ പെൻഡിങ് വെച്ചിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നുള്ള രീതിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാൾ കളിപ്പിച്ചുകൊണ്ട് പോയ ഒരു രീതിയായിരിക്കാം. അപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുന്നത് നിങ്ങളെ തിരിച്ച് എങ്ങനെ പഴയതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ അവരുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് അത് മാത്രമാണ്. നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ വേണം എന്ന് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത്, അപ്പോൾ ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങളായിട്ട് അകന്ന് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുക. ഈ ഒരു പേഴ്സൻ്റെ പുറകെ ഇപ്പോഴും നടക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആവില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം. ആ ഒരു സ്പൈങ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. നിങ്ങളായിട്ട് തന്നെ ഒന്ന് മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട, ഇനി വേണമെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും നിങ്ങളെ തന്നെ വേണം. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ ഇവരെപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ തന്നെ വേണം, അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരു ബാലൻസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വരാനായിട്ട് പോവുകയാണെന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും ഒരു പ്രോപ്പർ ഒരു ആൻസറോ കാര്യങ്ങളോ ഒന്നും തരാതെ നിങ്ങൾ വട്ടം ചുറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും. കാരണം ഇവർക്ക് വേണ്ടത് ഈ ഒരു ഹാപ്പി ഫാമിലിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു കംപ്ലീറ്റ് സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്ന് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, പല കംപ്ലയിൻസും കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരാളുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന ആ ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് ഈ ഒരു ഹാപ്പി ഫാമിലി ആയതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പമേ അത് നടക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ അവർ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇത്രയും നാൾ ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ കളിപ്പിച്ചുകൊണ്ട് രണ്ട് വള്ളത്തിൽ കാലിട്ടിരിക്കുക എന്ന് പറയുന്ന പോലെ പോയിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളായിട്ട് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പോലും അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു എനർജി ഇതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ അത്രത്തോളം എവിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജിയും വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി ക്ലെയിം ചെയ്യുക. അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം.